ഓക്കെ, ആദ്യം തന്നെ നമുക്ക് apt അപ്ഡേറ്റ് എന്നുള്ള കമാൻഡ് കൊടുക്കാം. apt അപ്ഡേറ്റ് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ apt അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. അതിന് ശേഷം apt അപ്ഗ്രേഡ് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കൊടുത്തിട്ട് എൻ്റർ ക്ലിക്ക് ചെയ്യുക ഒന്നും കൂടി. അപ്പോൾ പാക്കേജസ് എല്ലാം തന്നെ അപ് ടു ഡേറ്റ് ആവുന്നതായിരിക്കും. അതിനുശേഷം സ്ക്രീൻ ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. ക്ലിയറിന് ശേഷം നമുക്ക് നെക്സ്റ്റ് പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാൻ കമാൻഡ് യൂസ് ചെയ്യാം. പിക്കേജ് ഇൻസ്റ്റാൾ മാൻ എന്നുള്ള പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പിക്കേജ് ഇൻസ്റ്റാൾ മാൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് എൻ്റർ ക്ലിക്ക് ചെയ്യുക. സോ ഈ ഒരു മാൻ എന്നുള്ള പാക്കേജിൻ്റെ യൂസ് എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ പുതിയതായ ഏതെങ്കിലും പാക്കേജസോ അല്ലെങ്കിൽ എന്തെങ്കിലും കമാൻഡോ ഉണ്ടെങ്കിൽ തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഈ ഇൻഫോർമേഷനും കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു മാൻ യൂസ് ചെയ്തിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. സോ അതെല്ലാം വീഡിയോ എൻഡിങ്ങിൽ വരുന്നുണ്ട്. നെക്സ്റ്റ് പാക്കേജ് എന്ന് വെച്ചാൽ മാപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കമാൻഡ് യൂസ് ചെയ്ത് പാക്കേജ് ഇൻസ്റ്റാൾ മാപ്പ് കൊടുത്തിട്ട് എൻ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാപ്പ് ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ ആ ഒരു പാക്കേജ് കൂടി ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, എൻ്റെ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. എന്നിട്ട് സ്ക്രീൻ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാക്കേജ് ഏതാണെന്ന് നോക്കിയാൽ പാക്കേജ് ഇൻസ്റ്റാൾ നെറ്റ്കാറ്റ് എന്നുള്ള പാക്കേജ് ഈ ഒരു കമാൻഡ് കൊടുത്തിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു എറർ ആയിരിക്കും വരാം. ചിലർക്ക് ഓൾറെഡി ഇൻസ്റ്റാൾ ആവും, പാക്കേജ് ഇൻസ്റ്റാൾ നെറ്റ്കാറ്റ് എന്ന് കൊടുത്താൽ ഇൻസ്റ്റാൾ ആവും, പക്ഷേ ചിലർക്ക് ഇൻസ്റ്റാൾ ആവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു കമാൻഡ് നമുക്ക് കോപ്പി ചെയ്തില്ലേ, അത് കോപ്പി ചെയ്യുക. എന്നിട്ട് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. അതായത് ഈ ഒരു നെറ്റ്കാറ്റിൻ്റെ വേറൊരു നെയിം ചേഞ്ച് തന്നെയാണ്, വേറെ വലിയ വ്യത്യാസമൊന്നുമില്ല. അതായത് ആ ഒരു പാക്കേജ് ജസ്റ്റ് ഒന്ന് നെയിമും ചേഞ്ച് ചെയ്യും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ മാപ്പ് -ncat എന്നുള്ള ആ ഒരു രീതിയിലാണ് ആ ഒരു പാക്കേജിൻ്റെ നെയിം ഉള്ളത്. അപ്പോൾ പാക്കേജ് ഇൻസ്റ്റാൾ ആ ഒരു പാക്കേജിൻ്റെ നെയിം അവിടെ കൊടുക്കുക. എന്നിട്ട് എൻ്റർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഇൻസ്റ്റാൾ ആയിക്കൊള്ളും. ഓക്കെ, എൻ്റെ കയ്യിൽ ഈ ഒരു പാക്കേജ് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്, പക്ഷേ എന്നാലും നെറ്റ് ഇത്തിരി സ്ലോ ആയതുകൊണ്ട് മെല്ലനെ വരുന്നുള്ളൂ. ഓക്കെ, നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് അങ്ങനെയുള്ള എല്ലാം തന്നെ ശ്രദ്ധിച്ച് തന്നെ കമാൻഡ് എല്ലാം തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. എന്നാലാണ് മനസ്സിലാവത്തുള്ളൂ എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പകുതി വെച്ചിട്ട് എന്തെങ്കിലും വിട്ടുപോയി കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവത്തില്ല. അപ്പോൾ ഈ ഒരു നെറ്റ്കാറ്റിൻ്റെ പാക്കേജ് ഇൻസ്റ്റാൾ ആകുന്നതോടുകൂടിയാണ് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് കിടക്കുന്നതായിട്ടുണ്ട്. അതുപോലെ തന്നെ വീഡിയോ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടെങ്കിൽ മാത്രമാണ് ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ടെന്ന് മനസ്സിലാവത്തുള്ളൂ. അതുപോലെ കമാൻഡ് ഒന്നും തെറ്റിച്ചാൽ തന്നെ ഫുൾ എററായിരിക്കും നിങ്ങൾക്ക് വരിക. അതുകൊണ്ട് തന്നെ ഒട്ടും സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ ഫസ്റ്റ് തൊട്ട് എൻഡിങ് വരെ കാണാം. അപ്പോൾ ഇതിനിടയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് നെറ്റ്കാറ്റിനെ കുറിച്ചിട്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ നെറ്റ്കാറ്റിൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ നമുക്ക് പറയുന്നതിന് മുമ്പായിട്ട് അത് മാൻ എന്ന കമാൻഡ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം സ്ക്രീൻ ഒന്ന് ക്ലിയർ ചെയ്തു. അപ്പം മാൻ എന്ന് ടൈപ്പ് ചെയ്യുക. മാൻ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നെറ്റ്കാറ്റ് എന്ന് കൊടുക്കുക. നെറ്റ്കാറ്റ് എന്ന് കൊടുത്തതിന് ശേഷം എൻ്റർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരുന്നതായിരിക്കും. അതായത് നെറ്റ്കാറ്റിൻ്റെ നെറ്റ്വർക്കിംഗ് പ്രോട്ടോക്കോളിനെ കുറിച്ചും അതുപോലെ തന്നെ അതിൻ്റെ ഹെൽപ്പിംഗ് കമാൻഡിനെ കുറിച്ചും അതുപോലെ തന്നെ അതിന് കൂടുതൽ കാര്യങ്ങൾ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വായിച്ചൊരു കൂടുതൽ കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. ഇതൊക്കെയാണ് മാൻ എന്ന് പറയുന്ന ഒരു പാക്കേജിൻ്റെ പ്രത്യേകത. ഇതുപോലെ തന്നെ ഏത് പാക്കേജിനെ കുറിച്ച് ഡീറ്റെയിലും ഇതിൽ തരുന്നതായിരിക്കും. അതുപോലെ ഏത് കമാൻഡിനെ കുറിച്ച് ഡീറ്റെയിലും ഈ ഒരു മാൻ യൂസ് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്തൊക്കെയാണ് ഇതിൽ യൂസ് ചെയ്ത് നോക്കാം. നമുക്ക് ഇവിടെ നെറ്റ്കാറ്റിൻ്റെ ഉപയോഗങ്ങളും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെറ്റ്കാറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചാറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, പോർട്ട് സ്കാനിങ് ചെയ്യാം, റിമോട്ട് കണക്ഷൻ എടുക്കാം. പിന്നെ അതിൻ്റെ നെറ്റ്വർക്കിംഗ് പ്രോട്ടോക്കോൾ അനുസരിച്ച് നമുക്ക്, അതായത് TCP നെറ്റ്വർക്കിംഗ് പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ട് നമുക്ക് ഡാറ്റാസ് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും ഒക്കെ കഴിയും. പിന്നെ അതുപോലെ തന്നെ ഏതൊരു സെർവറിലായാലും വെബ്സൈറ്റിലായാലും ഏതൊരു നെറ്റ്വർക്കിംഗ് ഡിവൈസിലായാലും നമുക്ക് കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ അതിനൊരു മറ്റൊരു എബിലിറ്റിയാണ് എന്നാണ് ഏതൊരു ഓപ്പൺ പോർട്ടിലും നമുക്ക് കണക്ഷൻ മേക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഏതൊരു ഓപ്പൺ പോർട്ടിൽ നമുക്ക് കണക്ഷൻ ലിസ്റ്റ് ചെയ്യാം. അതായത് നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഡാറ്റാസോ ഇങ്ങനെ റിവ്യൂ ചെയ്യാനും സെൻഡ് ചെയ്യാനൊക്കെ കഴിയുന്നതായിരിക്കും. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് നെറ്റ്കാറ്റിൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളും. നമുക്ക് നേരിട്ട് കമാൻഡിലോട്ട് കിടക്കാം.
സോ അതിനായിട്ട് ഞാൻ ന്യൂസ് സെക്ഷൻ എടുക്കുകയാണ്. ന്യൂസ് സെക്ഷൻ എടുത്തിട്ട് ഓക്കെ, ഇവിടെ നമ്മൾ ന്യൂസ് സെക്ഷൻ എടുത്തിട്ടുണ്ട്. ന്യൂസ് സെക്ഷൻ എടുത്തിട്ട് നമ്മൾ ഹെൽപ്പ് കമാൻഡാണ് ആദ്യം കൊടുക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ മാൻ യൂസ് ചെയ്തിട്ട് എൻ്റെ എല്ലാ കമാൻഡും നോക്കിയതാണ്, പക്ഷെ എന്നാലും അത് നമുക്ക് ഡീറ്റെയിൽ അറിയണമല്ലോ. അപ്പോൾ നെറ്റ്കാറ്റ് യൂസ് ചെയ്തിട്ട് -h എന്ന് കൊടുക്കുക. അത് ഹെൽപ്പിൻ്റെ ഷോർട്ട് ഫോമാണ് h എന്നുള്ളത്. സോ അങ്ങനെ കൊടുത്ത് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ യൂസ് ചെയ്യാനുള്ള കമാൻഡ് കാര്യങ്ങൾ വരും. ജസ്റ്റ് നല്ലതൊന്ന് വായിച്ച് നോക്കും. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, വീഡിയോ ലെങ്ത്ത് കൂടും, അതുകൊണ്ടാണ്. സോ ഇനി ഞാനിപ്പോൾ അത് ക്ലിയർ ചെയ്യുകയാണ്. ജസ്റ്റ് നിങ്ങൾക്ക് അറിയാത്തവരാണെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, വേറെ ഒന്നുമില്ല. ഇനി നമുക്ക് കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള കമാൻഡ് കൊടുക്കാം. ആദ്യം NC എന്ന് കൊടുക്കുക. NC എന്നുള്ളത് നെറ്റ്കാറ്റിൻ്റെ ഷോർട്ട് ഫോമാണ്. NC എന്ന് കൊടുത്തിട്ട് -L എന്ന് കൊടുക്കുക. എന്നിട്ട് ഒരു 4 അക്ക പോർട്ട് നമ്പർ കൊടുക്കുക. ആ ഒരു 4 അക്ക പോർട്ട് നമ്പർ ഇഷ്ടമുള്ള ആയിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു പോർട്ട് നമ്പർ ഓർമ്മ വെച്ചിരിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ കണക്ഷൻ ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ കണക്ഷൻ റിവൈവ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പോർട്ട് നമ്പർ ഓർമ്മ ഉണ്ടായിരിക്കണം. എന്നാലും മാത്രമേ ഈ ഒരു ട്രിക്ക് വർക്കിംഗ് ആവുള്ളൂ. എന്നിട്ട് എൻ്റർ എടുക്കുക. ഇപ്പം ഞാനിപ്പോൾ 1 2 3 4 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിന് പകരം ഇഷ്ടമുള്ള നമ്പർ കൊടുക്കാം. ഓക്കെ, 4 അക്ക നമ്പർ കൊടുക്കുക. ഞാൻ ബേസിക് ലെവൽ ആയതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് കാണിച്ചിരുന്നുള്ളൂ. ഇനി ഇപ്പോൾ ന്യൂസ് സെക്ഷൻ എടുക്കുക. അതായത് ഈ ഒരു 2 സെക്ഷനും 2 ടെർമിനലാണെന്ന് വിചാരിച്ചാൽ മതി. ഇപ്പം എൻ്റെ വേറെ സിസ്റ്റം ഒന്നും ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. സോ എന്നിട്ട് NC എന്ന് കൊടുക്കുക. എന്നിട്ട് ഞാനിവിടെ ലോക്കൽ ഹോസ്റ്റ് IP അഡ്രസ് കൊടുക്കുകയാണ്. കാരണം ഇതിപ്പോൾ അതായത് ഈ ഒരു നെറ്റ്വർക്കിൽ തന്നെ വർക്കിംഗ് ആവുള്ളൂ. അതായത് എൻ്റെ നെറ്റ്വർക്കിൽ തന്നെ വർക്കിംഗ് ആവുള്ളൂ. അപ്പോൾ എൻ്റെ ഇതിൽ തന്നെ, അതായത് ഞാനിപ്പോൾ വൈഫൈയിൽ കണക്ട് ചെയ്തിട്ട് വേറെ ഡിവൈസ് ഉണ്ടെങ്കിൽ അതിലും ഇതുപോലെ ഒരു ചാറ്റിംഗ് സെർവർ പോലെ മേക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ, സോ ഇവിടെ ഞാനിപ്പോൾ ഇത് ടൈപ്പ് ചെയ്തു. I am V369 കൊടുത്തു. എന്നിട്ട് എൻ്റർ ചെയ്തു. ഇത് അപ്പുറത്തെ സെക്ഷനിലും ഇതുപോലെ വന്നിട്ടുണ്ടായിരിക്കും. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ അപ്പുറത്ത് എന്താണ് ടൈപ്പ് ചെയ്തത് അതുപോലെ തന്നെ ഇപ്പുറത്ത് വന്നു. ഇതൊരു ചാറ്റിംഗ് സെർവർ പോലെ നമുക്ക് ഇവിടെ ഹലോ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും അത് അപ്പുറത്ത് ഹലോ എന്ന് വരും. ഹലോ ഡിയർ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും അത് അപ്പുറത്ത് വരും. ഓക്കെ, അപ്പുറത്തെ സെക്ഷൻ എടുത്താലും ഇവിടെ അത് വന്നിട്ട് കാണും. ഓക്കെ, നമ്മൾ അപ്പുറത്ത് നിന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിച്ചാലും ഇപ്പുറത്ത് വരും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിന് നെറ്റ്കാറ്റിൻ്റെ ചാറ്റിംഗ് സെർവർ വർക്ക് ചെയ്യുന്നത്. ഇതൊരു ബേസിക് ലെവലാണ് കേട്ടോ. നെറ്റ്കാറ്റിൽ ഇനിയും കുറേ നമ്മൾ കിടക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഇതിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ സ്ട്രൈക്ക് വന്ന് യൂട്യൂബ് എൻ്റെ ഈ ചാനൽ പൊട്ടിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഈ ഒരു ബേസിക് ലെവലിൽ ഞാൻ വീഡിയോ ഫസ്റ്റ് ടൈം ഇടുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ടെലിഗ്രാമിലോ അല്ലെങ്കിൽ വേറെ രീതിയിൽ വീഡിയോസ് ഇടുന്നതായിരിക്കും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. REDSPY ടെക് തന്നെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.